ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു, ഫിജിയും സുഖമായിട്ടിരിക്കുന്നു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇനിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാം. വളരെ സന്തോഷമുള്ള വീഡിയോസ് ആയിരിക്കും കാണാൻ പോകുന്നത്. അപ്പൊ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി കൊടുത്തേക്ക്. ഞാനേ കഴിഞ്ഞ ദിവസം നമ്മുടെ സോഷ്യൽ മീഡിയ ഇളകി മറിച്ച ഒരു ഡെലിവറി ആയിരുന്നു ദിയ കൃഷ്ണയുടെ. അത് ഞാൻ ആ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ. ഒരുപാട് ദുഃഖവും സന്തോഷവും ഒക്കെ കൂടി ഒരുമിച്ച് ഞാൻ ആ വീഡിയോ കാണുമ്പോ ഇങ്ങനെ ഉണ്ടമണികള് കണ്ണിന്ന് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അത്ര പെട്ടെന്ന് കരയുന്ന ആളൊന്നല്ല. പക്ഷെ ഇങ്ങനത്തെ വരെ ചെറിയ ചെറിയ ഹാർട്ട് ടച്ച് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അപ്പൊ കരയും. അങ്ങനെ എന്റെ മോൾ എന്നിട്ട് ചോദിക്കുക, മമ്മി എന്തിനിങ്ങനെ കരഞ്ഞോണ്ടി? പക്ഷെ എനിക്ക് എന്തോ ആ വീഡിയോ കണ്ടപ്പോ കരയാനാ തോന്നുന്നത്, സന്തോഷിക്കാനല്ലേ, കരച്ചിലാ വരുന്നത്. ആ അമ്മ എന്നുള്ള വിളി, അമ്മ എനിക്ക് പേടിയാകുന്നു എന്നുള്ള വിളി, അതൊക്കെ കേൾക്കുമ്പോ ഒരുപാട് വിഷമം. നമ്മൾ ആ ഒരു വഴി കൂടെ കടന്നു പോയതാ. എനിക്ക് ആ വീഡിയോ കാണുമ്പോ ഞാൻ പ്രസവിച്ച കാര്യങ്ങള് അതൊക്കെ അന്ന് നമ്മളൊക്കെ പ്രസവിക്കാൻ വേണ്ടിയിട്ട് ലാബ് റൂമിൽ പോയി കഴിഞ്ഞാൽ അയ്യോ കരയല്ലേ, ബഹളം വയ്ക്കല്ലേ. എനിക്ക് ഫസ്റ്റ് ഡെലിവറി ഒക്കെ എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയാ. ഞാൻ നല്ല ഓളിട്ട കരച്ചിലായിരുന്നു. അപ്പൊ പറയൂ, അയ്യോ ഓളിടല്ലേ, കരയല്ലേ. മമ്മിയുടെ അനിയത്തി അവിടെ നേഴ്സായിരുന്നു. അപ്പൊ മാം എപ്പോഴും പറയും, കരയല്ലേ ഓളിടല്ലേ, അയ്യേ മോശക്കേട് എന്ന് പറയും. പക്ഷെ നമുക്കല്ലേ അറിയുള്ളൂ നമ്മുടെ ആദ്യത്തെ പ്രസവമാണ് എങ്ങനെയാന്നുള്ളതൊക്കെ. നമുക്ക് നല്ല സുഖപ്രസവം എന്നാണ് പറയാ, സുഖപ്രസവമായിരുന്നു. അപ്പൊ ദിയയുടെ ആ പ്രസവം കണ്ടപ്പോ എനിക്ക് ഒത്തിരി സന്തോഷമായി, സങ്കടമായി. ലൈവായിട്ട് ഞാനിങ്ങനെ കണ്ടിട്ടില്ല പ്രസവമൊന്നും. അതുപോലെ തന്നെ നമ്മുടെ പാരന്റ്സും നമ്മുടെ ഹസ്ബൻഡും നമ്മുടെ സിസ്റ്റേഴ്സും ഒക്കെ കൂടിയിട്ട് അരിത്ത് നിന്നിട്ട് നമുക്കൊരു പോസിറ്റീവ് എനർജി തന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവള് പ്രസവിക്കണ നേരത്ത്. ഡോക്ടേഴ്സ് ആയാലും അതെ, എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നിട്ടാണ് പ്രസവം. അപ്പൊ അതിലവള് എൻജോയ് ചെയ്യുന്നുണ്ട്. വേദനയുണ്ട്, അത് ഒരു ഭാഗത്തുണ്ട്. എന്നിരുന്നാൽ കൂടി ഇവരൊക്കെ നമ്മുടെ അരിത്ത് ഉണ്ടല്ലോ എന്ന് വിചാരിക്കുമ്പോ ഒരു സന്തോഷം ഉള്ളില്, ഒരു പ്രത്യേക സന്തോഷം. അത് നമുക്കും കൂടി ഒരു ഫീലിങ്സ് ആണ്. ആ വീഡിയോ കാണുമ്പോൾ നമ്മളും ആ ഒരു ഫീലിംഗിലാണ് നിന്നിരുന്നത്. നമ്മുടെ പ്രസവ ടൈമും ആലോചിക്കും. അതുപോലെ ഇത് കണ്ടപ്പോ ഒത്തിരി സന്തോഷമായി. നമുക്ക് കാലങ്ങൾ ഇങ്ങനെ മാറി മാറി വന്നപ്പോഴുള്ള പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളെ, അത് മാറ്റങ്ങള് ഒരുപാടുണ്ട്. പല കാര്യങ്ങളും നല്ല പോലെ മാറിയിട്ടുണ്ട്. മാറാത്തതായിട്ട് കുറെ കാര്യങ്ങളും ഉണ്ട്, അത് വേറെ കേസ്. പക്ഷെ പുതിയ പുതിയ കുറെ കാര്യങ്ങൾ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ വേദനയ്ക്കാണെങ്കിലും അവൾക്ക് പെയിൻ കില്ലറോ എന്തെങ്കിലും വേറെ കൊടുത്തിട്ട് പെയിൻ അറിയാത്ത രീതിയിൽ, അതൊക്കെ കണ്ടപ്പോ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഇനിയുള്ള ഭാവിയിലുള്ള തലമുറകൾക്കൊക്കെ എല്ലാവരും ആ വീഡിയോ പ്രചോദനമാവട്ടെ. ആ വീഡിയോ ഒത്തിരി നല്ലതായിട്ടുണ്ട്, എനിക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഇന്ന് ഇത്രേ പറയാനുള്ളൂ. താങ്ക്